ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഐവീനെ കൊണ്ടുവരുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ. പെറ്റ്സ് ഹോം എന്നാണ് ഈ സ്റ്റോറിൻ്റെ പേര്. പെറ്റ്സിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്റ്റോറാണ്. ഇവിടെ കുറച്ച് ഹൈഫൈ സ്റ്റോറുകളും ഉണ്ട്. പക്ഷേ ഇത് കുറേയും കൂടി നമുക്ക് റിലയബിൾ ആണ്, അത്ര എക്സ്പെൻസീവ് അല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറാണ്. ചിക്കൻ ഫീറ്റ് വേണോ? എല്ലാത്തിൻ്റെ നാം പിടിക്കണോക്കെ. ഞങ്ങൾ യൂഷ്വലി അവളെ ഒരു 7 മണിക്ക്, രാത്രി 7 മണിക്ക് ശേഷമാണ് ഈ സ്റ്റോറിലേക്ക് കൊണ്ടുവരാറ്. അപ്പോൾ തിരക്കൊക്കെ കുഴയും. കാരണം 8 മണിയാകുമ്പോഴേക്ക് ഈ സ്റ്റോർ അടയ്ക്കും. അപ്പോൾ ഒരു 1 അവർ അവൾ സുഖമായിട്ട് എല്ലാ സാധനങ്ങളെയും മണത്ത് ഒക്കെ നടക്കും. മരത്തുമ്മ കണ്ട ഓട്ടിച്ചിട്ട് ചെയ്യണ ആളാ. നോക്കിയേ മറ്റേ കല്ലൊക്കെ നിന്ന് കൊടുക്കാൻ. ഇത് വേണോ? ഇത് വേണോ? വേണ്ടാന്ന്. കുറേ നാളായി ഐവിക്ക് പിഗ് ഇയറും ഇയറും കൊടുത്തിട്ട്. ഇത് കണ്ടോ, ഇത് പിഗിൻ്റെ ഇയർ ഡ്രൈ ചെയ്തിട്ടാണത്. ഇത് ഡോഗ്സിന് കൊടുക്കും, കാരണം അവരുടെ ടീത്തിന് നല്ലതാണ്. ഇത് നമ്മൾ ഇടയ്ക്ക് മന്ത്ലി ഒരിക്കൽ വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. ഇതല്ലെങ്കിൽ പിഗ് ഇയർ. ഇതാണ് പിഗ്. ചെറിയ പിഗാണല്ലോ. ഇതേ കണ്ടോ, നല്ല ക്ലീൻ ആട്ടോ, അങ്ങനെ മണമൊന്നുമില്ല. അതെ ഒരാൾ മണത്ത് വന്നു, അവൾക്ക് നല്ല മണമുണ്ട്, പക്ഷെ നമുക്കങ്ങനെ പൊട്ട മണമൊന്നുമില്ല. ഇത് എൻ്റെ അമ്മ ഒരാൾ നിൽക്കണം, എനിക്ക് ഒറ്റക്കാലി തരാം. ഇത് വാങ്ങാൻ തന്നെ വന്ന്. ഇത് കണ്ടോ, പിഗ് ഇയറാണ്. ഇതെപ്പോഴും നമ്മൾ മന്ത്ലി വൺസ് ഐവിക്ക് കൊടുക്കും. അവരുടെ ടീത്ത് ക്ലീൻ ആവാൻ നല്ലതാണ്. അവൾക്കാണെങ്കിൽ ബ്രഷ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതേപോലെ പിഗ് ഇയർ, അതേപോലെ ഇത് കണ്ടോ കൗ ഇയർ, ഇതൊക്കെ ഉണക്കിയിട്ടുള്ള ഫോമിലാണ് കൊടുക്കുന്നത്. കുറേ നേരം അതുമ്മ ബൈറ്റ് ചെയ്തിട്ട് വാങ്ങാം. ഫിറ്റൊക്കെ ചെയ്ത് വരികയാണ് അവൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിൻലി ഞങ്ങൾ വരുന്നത് ഈ 2 സാധനങ്ങൾ വാങ്ങാനാണ്. അല്ലെങ്കിൽ പിന്നെ ടോയ്സ് ഒക്കെ ഇടയ്ക്ക് ഇവൾക്ക് ഇവിടുന്ന് വാങ്ങാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ ഡോഗിനെ വാങ്ങി. അപ്പോൾ നാളെ നമ്മൾ അവരെ കാണാൻ പോവാണ്, ആ ഡോഗിനെ കാണാൻ പോവാണ്. അപ്പോൾ ആ ഡോഗിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടോയ്സും ഗിഫ്റ്റും വാങ്ങാനാണേ. ഈ ഷോപ്പിൽ ഒരു ഗ്രൂമിങ് പാർലറും ഉണ്ട് കേട്ടോ. അത് ഇപ്പോൾ ക്ലോസ് ആയി, കാരണം 7 മണി ആയല്ലോ. എനിക്ക് 6 മണി വരെ ഉള്ളൂ. ആദ്യമൊക്കെ നമ്മൾ ഐവിനെ ഇവിടെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ബുക്കിങ്ങാണ്, ലോങ് വെയിറ്റ് ആണ് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ. അത് കാരണം ഇവിടെ ഇപ്പോൾ വരാറില്ല. വലിയ ഡോഗ്സിന് മാത്രമല്ല കേട്ടോ, ഇവിടെ എല്ലാവർക്കും ഉള്ളതുണ്ട്. ഇത് ഡോഗ്സിൻ്റെ മറ്റേ ബൗൾസും സ്ക്വിറിൽ മാത്രമല്ല കേട്ടോ, എല്ലാം ഉണ്ട്. ഇതേ റാബിറ്റിന് വേണ്ട സ്ക്വിറില്. ഇത് ഫോക്സാണ്, ഫോക്സ്. ഇത് ദേ നമ്മുടെ ഹെഡ് ഷോഗ്. പിന്നെ അതേ സ്മോൾ സ്ക്വിറിൽ. പിന്നെ അതേ ഡക്കും ഉണ്ട് കേട്ടോ. ഇവിടെ വേറൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു പെറ്റ് സ്റ്റോർ അല്ലേ. അപ്പോൾ ഇതേപോലെ റാബിറ്റ്സ്, ഗിനി പിഗ്, പിന്നെ റാറ്റ്സ് അതിനെയൊക്കെ വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുഞ്ഞ് പെറ്റ്സ് ഹോമാണ്. അപ്പോൾ അത് കാരണം കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ വലിയ സ്റ്റോറിലൊക്കെ കുറച്ചും കൂടിയും ബേർഡ്സും ടേർട്ടിലും അങ്ങനത്തെയൊക്കെ ഉണ്ട്. ഇവിടെ അതേ മെയിൻലി റാബിറ്റ്സ്, ഹാംസ്റ്റേഴ്സ് അതിനൊക്കെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഐവിനെ പൊന്തിച്ച് കാണിക്കാറുണ്ട് കേട്ടോ. അവൾക്ക് ഇഷ്ടമാണോ എന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അവൾ അവിടെ എവിടെയൊക്കെ നോക്കി, അതിനെയാണോ നോക്കുന്നതെന്ന് അറിയത്തില്ല, എന്നാലും വേറെ എവിടെയൊക്കെയോ നോക്കണ പോലെ എനിക്ക് ഫീൽ ചെയ്യണേ. എന്നാലും ഞാൻ പൊക്കിയെടുത്ത് അവളെ കാണിച്ചു കൊടുക്കും. പിന്നെ ഇതാണ് ഐവിയുടെ ഫേവറേറ്റ് സ്ഥലം, ടോയ്സ്. എല്ലാ ടോയ്സും പോയി മണക്കും. 1 or 2 ഇടയ്ക്ക് മേടിച്ചു കൊടുക്കും. എപ്പോഴൊന്നുമല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ അവളേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റ് എനിക്കാട്ടോ പുതിയ ടോയ്സ് അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ഓരോന്നും പോയി നോക്കി, ഏറ്റവും കൂടുതൽ നാൾ നിൽക്കുന്നതൊക്കെ നോക്കി ഞാൻ ഇടയ്ക്ക് അവൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട്. അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നൊന്നും അറിയില്ല, എന്നാലും അവളെല്ലാം പോയി മണത്തൊക്കെ നോക്കും. അവളുടെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവളെല്ലാം പോയി മണത്ത് നോക്കും. അപ്പോൾ അത് കാരണം നമുക്ക് അവൾ ചൂസ് ചെയ്തിട്ട് പറഞ്ഞാൽ സെലക്ട് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞാൻ എന്നെ അവൾക്ക് വേണ്ടി സെലക്ട് ചെയ്യാം. കുട്ടി ഡോഗ്സ്, ആ സോസേജ് ഡോഗ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ അതേ വലിയ ഡോഗ്സിനുള്ള കോട്ടും അതും ഇതൊക്കെ ഉണ്ട്. നമ്മളതിന് ഇതൊന്നും ഇടാണ്ട് കേട്ടോ നടത്താൻ കൊണ്ടുപോകാറ്. ഇത് ഓക്കെ, ഇത് നല്ലതായിരിക്കും കേട്ടോ. ഡിപ്ഡ് സോക്സ്, ഷൂസൊക്കെ കണ്ടോ. തന്നെ വലിച്ചു. അല്ല, ഇത് ശരിക്കും പ്രോപ്പർ ഷൂസ് പോലെയാണ് തോന്നുന്നുണ്ട്.
കളറുകളൊക്കെ ഉണ്ട്. റെഡ് മിക്ക ജമ്പേഴ്സ്. അച്ചടാ 3 പൗണ്ടുള്ളൂ. ഇതൊന്ന് വാങ്ങിയിട്ടല്ലോ. അരി നോക്കട്ടെ. ഇതിട്ടോക്കട്ടെ. ഒരു മിനിറ്റ്. കളർഫുൾ ആയിരിക്കണായിരുന്നു അല്ലേ? 4 സാധനങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഐവിയുടെ വിചാരം ഐവിക്കുള്ളതാന്നാ. അങ്ങനെയല്ല, നമ്മുടെ ഒരു ഫ്രണ്ട് ഒരു ന്യൂ ഡോഗിനെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഡോഗിനെ കാണാൻ നാളെ പോകുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ടോയ്സാണിത്. കൊക്കോ എന്ന പേര്. ഐവിയുടെ സെയിം ബ്രീഡാണ്, പക്ഷെ നല്ല ബർഗണ്ടി റെഡ് ആയിട്ടുള്ളൊരു ഡോഗാണേ. അപ്പോൾ കൊക്കോയ്ക്ക് വേണ്ടി കണ്ട നമ്മൾ വാങ്ങിയ തിങ്സാണിത്. ഐവിക്ക് സ്നേഹം. കുറച്ച് ഈ കടയിൽ നടന്നു കഴിയുമ്പോൾ ഐവിക്ക് ബോറടിക്കട്ടെ. പിന്നെ അവൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയിരിക്കും. എന്നാലും നമ്മൾ വന്ന സ്ഥിതിക്ക് എല്ലാം ഒന്നും കാണണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാനെല്ലാം നോക്കി. ഇങ്ങനെ പുതിയതായിട്ട് ട്രെൻഡിങ് ആയിട്ട് വരുന്നത് അവർ കടയുടെ മുമ്പിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യൂട്ടാ. ആൾക്കാരെ വാങ്ങിപ്പിക്കാൻ വേണ്ടി ഓരോ സൂത്രം. അവസാനം കടയിൽ നിന്ന് ഇറങ്ങി ഐവിക്ക് ടോയ് വേണോ ട്രീറ്റ് വേണോ എന്ന് ചോദിച്ചപ്പോൾ ഐവിക്ക് ട്രീറ്റ് മതി. അപ്പോൾ ഇതന്നെ 2 എണ്ണം വാങ്ങിയേ. ദേ ഇത് ഐവിക്ക് കേട്ടോ. എന്നാ പിടിച്ചോ, പൊട്ടിച്ചു തരോ, പിടിച്ചോ. വേണ്ടെന്നാ, ഇഷ്ടപ്പെട്ടില്ല എന്നാ. നേരത്തെ ഞാൻ സ്നേഹം മാത്രമേ തരുള്ളൂ എന്ന് അവളുടെ അടുത്ത് പറഞ്ഞില്ലേ, അത് അവൾ സീരിയസ് ആയി എടുത്തു തോന്നുന്നുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ട്രീറ്റ് വേണ്ടാന്ന്. പക്ഷെ അവൾ വിചാരിച്ച പോലെ തന്നെ ഞങ്ങളത് മെനക്കെട്ട് നോക്കിയിട്ടും ആ ട്രീറ്റ് ഇത് സിസേഴ്സ് ഇല്ലാണ്ട് പൊളിക്കാൻ പറ്റിയില്ല കേട്ടോ. കൈ കൊണ്ട് ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ അതിൻ്റെ പാക്കേജിങ് ഭയങ്കര സൂപ്പർ ആയതുകൊണ്ട് അതങ്ങനെ പൊട്ടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഉപേക്ഷിച്ചു. അവിടെ വെച്ച് കൊടുക്കാണ്ട് വീട്ടിലെത്തിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സിസേഴ്സ് എടുത്തിട്ട് വരട്ടെ. ഇത് വെട്ടാൻ പറ്റണില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യും. സിസേഴ്സ് എടുക്കണ വരെ വെയിറ്റ് ചെയ്യും. സിസേഴ്സ് എടുത്തിട്ട് വരാം. അവിടെ പോയി വെയിറ്റ് ചെയ്യേ. അവിടെ പോയിരിക്കേ. ഞാൻ സിസേഴ്സ് എടുത്തിട്ട് വരാം. അവിടെ പോയിരിക്കേ. അവിടെ പോയിരിക്കേ. അവിടെ ഇരിക്കേ. സിറ്റ് ചെയ്യ. അവിടെ അവിടെ ഇരിക്കേ. സിറ്റ് സെറ്റ് ഐ സെറ്റ്. ഗുഡ് ഗേൾ ആട്ടാ. ഗുഡ് ഗേൾ ആയിട്ട് സിറ്റ് ചെയ്താലേ ഇത് തരുള്ളൂ. ഇത് നോക്കിയാൽ ഇത് ചിക്കൻ ആൻഡ് ചീസാണ്. അവൾക്കാണെങ്കിൽ സമാധാനമില്ല. വീട്ടിൽ വന്ന് ഞാൻ ജാക്കറ്റ് പോലും മാറിയില്ല. അതിന് മുമ്പ് ട്രീറ്റ് ആണ് ചോദിക്കുന്നത്. ആ ബാഗിന്റെ ഉള്ളിൽ നിറയെ ട്രീറ്റ് ആണ് അവളുടെ വിചാരം. 1 തരുള്ളൂ കേട്ടോ. 1 സിറ്റ്. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേ. ജമ്പ് സിറ്റ് സിറ്റ് സിറ്റ്.